സാർ, 2025 കേരള ധനകാര്യ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണമെന്നുള്ള വിഷയത്തിന് പിന്തുണയ്ക്കുകയാണ് സാർ. ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ EMSൻ്റെ ഓർമ്മ ദിനമാണ് സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കും. ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കേരള മോഡലിൽ നിന്നുകൊണ്ട്, അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നവകേരളത്തിലേക്കുള്ള ഉജ്ജ്വല പ്രയാണത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാർ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാനായ കവി വയലാറിൻ്റെ വരികളുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുമെന്ന്. സാർ, ഈ കേരളത്തിൽ ഇടതുപക്ഷ ഭരണം കേരളത്തിൻ്റെ വിജയത്തിനായി സമസ്ത മേഖലകളെയും ഒന്നാമതെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സാർ, ഇവിടെ പ്രതിപക്ഷം വല്ലാതെ നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും നന്നായി ഈ കേരളത്തിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ്, കേരളത്തിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ടും അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും വീണ്ടും കേരളത്തിനകത്ത് നിങ്ങൾക്കൊരു ഭരണം തരാതെ ഇടതുപക്ഷത്തിന് ഭരണം തരുന്ന നിലയിലേക്ക് മാറി സാർ. അവർക്കറിയാം, പ്രതിപക്ഷത്തിന് ഭരണം കൊടുത്താൽ സ്വാഭാവികമായിട്ടും പാലാരിവട്ടം പാലം തകർന്നതുപോലെ അഴിമതിയുള്ള ഒരു ഭരണമായി കേരളം മാറുമെന്നുള്ളത്. ആ ഭരണമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷത്തെ വീണ്ടും ഭരണമേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. സാർ, ഒരു നവകേരള നിർമ്മിതിയിലേക്ക് നമ്മൾ കുതിക്കുക. ആ നവകേരള നിർമ്മിതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി വലിയ ഉപരോധം തീർക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ നിരവധിയായ പ്രവർത്തനങ്ങൾ, അതിജീവിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. സാർ, കേരളത്തെക്കുറിച്ച് പ്രതിപക്ഷം നേരത്തെ പാടിയതെന്താ? കേരളം ഒരു ശ്രീലങ്കയാകുമെന്ന് പ്രഖ്യാപിച്ചു. സാർ, ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ പറഞ്ഞവരുടെ മോഹങ്ങൾക്ക് തീയിടുകയായിരുന്നു ധനകാര്യമന്ത്രി എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുക. ഇപ്പം ശ്രീലങ്കയുടെ അവസ്ഥ എന്താ സാർ? ശ്രീലങ്കയാകുമെന്ന് പറഞ്ഞിടത്ത് ശ്രീലങ്കയിൽ ഇടതുപക്ഷം മനോഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരാൾ വന്ന് പ്രധാനമന്ത്രി ഈ കേരളത്തെക്കുറിച്ച് സോമാലിയ എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി. എന്താ സാർ പിന്നീട് കണ്ടത്? ആ പ്രധാനമന്ത്രിക്ക് തന്നെ കേരളത്തിൽ വന്നിട്ട് ഈ കേരളം രാജ്യത്തിന് മാതൃകയാണ് എന്ന്, ഈ ഭരണം രാജ്യത്തിന് മാതൃകയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. സാർ, ഈ നിലയിലുള്ള മാറ്റമുണ്ട് ഈ കേരളത്തിനകത്ത്. അതാണ് കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ചത്. സാർ, ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. 2023-24 സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ GST സ്ഥിരവിലയിൽ 5.5% വർദ്ധിച്ച് 1,76,072 രൂപയായി മാറുന്നു. ഇത് ദേശീയ ശരാശരിയേക്കാളും ഏതാണ്ട് 1,24,000 രൂപയേക്കാൾ അധികമായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സാർ, ഈ കേരളം ഈ നേട്ടം കൈവരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരു വ്യക്തിയുടെ ശരാശരി ദേശീയ വരുമാനം എന്നുള്ളത് ദേശീയ ശരാശരിയേക്കാൾ ഏതാണ്ട് 1.4 മടങ്ങായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. സാക്ഷരത, ആയുർദൈർഘ്യം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, താഴ്ന്ന ജനന നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, അതിദാരിദ്ര്യം തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം വെച്ച് നോക്കുമ്പോൾ മാനവിക സൂചികയിൽ ഈ രാജ്യത്തിനകത്ത് ഒന്നാമതായി കേരളം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സാർ, നമ്മൾ കണ്ടല്ലോ ഈ കാലഘട്ടത്തിലെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ, നോട്ട് നിരോധനം, കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ, കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, അതുമൂലമുണ്ടായ നികുതി വരുമാനത്തിലെ കുറവ്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, നേരത്തെ 100% കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി കേന്ദ്രം പണം ചെലവിടുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ 40%-വും അതിലധികവും സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്
സർക്കാരിൻ്റെ വായ്പകൾ അതുമായി ബന്ധപ്പെട്ട് കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വെട്ടിക്കുറവ് വരുത്തിയത്, ഇത്രയെല്ലാം സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലയിലേക്ക് ഈ കേരളത്തെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഒന്നാമതെത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.88% കേന്ദ്രവിഹിതം, അത് 15ാം ധനകാര്യ കമ്മീഷനാകുമ്പോൾ ഏതാണ്ട് 1.92 എന്ന ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവും കുറയുന്ന സാഹചര്യം 2021-22 41% കേന്ദ്രം ധനകാര്യ കൈമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് 2025 എത്തുമ്പോൾ ഏതാണ്ട് 25% കുപ്പുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർ, ആ നിലയിൽ തന്നെ ഏതാണ്ട് 28,848 കോടി രൂപയുടെ കുറവ് ഈ കേരളത്തിനുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള കുറവ് വരുമ്പോഴും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് സുസ്ഥിരമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി 2021 മുതൽ 25 വരെ എടുക്കുമ്പോൾ നികുതി വളർച്ച 15.8%, നികുതി ഇതേതര വളർച്ച 17.4% ഉയരുന്ന സാഹചര്യമുണ്ടായി. സാർ, ഈ നേട്ടം നേടുന്നത് കൊണ്ടാണ് നീതി ആയോഗ് തന്നെ പറയുന്നു, നമ്മുടെ റവന്യൂ സമാഹരണം എന്ന് പറയുന്നത് ആ നേട്ടത്തെ പ്രശംസിക്കാൻ പ്രകീർത്തിക്കാൻ നീതി ആയോഗ് പ്രത്യേകമായി തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർ, 2023-24 ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ച 3.5% എന്നുള്ളത് നമ്മുടെ സംസ്ഥാനം അത് 2.9 എന്ന നിലയിലേക്ക് ദൃഢീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറ്റാൻ കഴിഞ്ഞു. സർ, ഇതിൻ്റെ ഭാഗമായി എന്താ ഇവിടെ നേരത്തെ പ്രതിപക്ഷം സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇവിടെ എനിക്ക് മുമ്പായിട്ടുള്ള അംഗം സംസാരിച്ചു, ദേശീയപാതയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനം നടന്നു. ദേശീയപാതകൾ, ഗ്രാമീണ പാതകൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അന്തർ സംസ്ഥാന വൈദ്യുതി പ്രസരണം, കെ-ഫോൺ, വിവര സാങ്കേതിക രംഗത്തെ പശ്ചാത്തല വികസനങ്ങൾ, വാട്ടർ മെട്രോ, ദേശീയ ജലപാത, വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങളുടെ വികസനം, കൊച്ചി കപ്പൽശാല, അതിൻ്റെ തുറമുഖ പുരോഗതി. കേരളം അഭൂതപൂർവമായ ഈ നേട്ടങ്ങൾ കൈവരിച്ചത് UDF ഭരിക്കുമ്പോഴല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിനകത്ത് വ്യത്യസ്തമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇത് പറയുന്നത് നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതെത്തി. ആ കേരളം ഒന്നാമതെത്തിയതിനെ അഭിമാനത്തോടെ കാണേണ്ടതിന് പകരം അതിനും തിരിച്ചുള്ള നിലയിലേക്കുള്ള സംസാരമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ MP-മാർ പോയി തമിഴ്നാടിന് വേണ്ടി സംസാരിക്കും. 19 MP-മാർ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് കേരളത്തിന് വേണ്ടി ആ 19 MP-മാർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല? കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി, കേരളത്തെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളല്ലേ ആ 19 MP-മാർ പാർലമെൻറ്റിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന 19 MP-മാരും കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നൈപുണ്യ വികസനത്തിലൂടെ വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ച് പഠിക്കാനും തൊഴിൽ ചെയ്യുവാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി 62 ലക്ഷത്തിലധികം വരുന്ന പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് ക്ഷേമപ്രവർത്തന പെൻഷൻ അതുമായി ബന്ധപ്പെട്ട 50,000 കോടി രൂപയിലധികം ചെലവഴിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. സാർ, സംസ്ഥാനത്തിൻ്റെ നികുതി ഇതേതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ്, കേന്ദ്ര നികുതി വിഹിതം എന്നിവയിൽ കൂടിയും വിഭവ സമാഹരണം നടത്തി സാമൂഹ്യക്ഷേമ വികസന ചെലവുകളിൽ പരമാവധി വർധനവ് വരുത്തി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യവും വികസനവും സാധാരണ ജനജീവിതവും ഉറപ്പുവരുത്തുകയാണ് സാർ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ജനറൽ ആംനസ്റ്റി പോലെയുള്ള പ്രവർത്തനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ആംനസ്റ്റി ആയിരുന്നു 2024 അതിൻ്റെ തുടർച്ചയായി 2025 3 മാസത്തേക്ക് കൂടി ഈ പദ്ധതി നീട്ടി നൽകുന്നത് ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ സ്ലാബിലെ ആംനസ്റ്റി നിരക്കുകൾ മുൻകാല ആംനസ്റ്റികളുടെ നിരക്കിലേക്ക് ഇത്തവണ എത്തിക്കുന്നതോടുകൂടി ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന വലിയ തുകകളുടെ വ്യവഹാരം കുറയുമെന്ന് മാത്രമല്ല, ഖജനാവിലേക്ക് വരുമാനവും ലഭിക്കുന്ന നിലയിൽ ആ പ്രവർത്തനം കാണുന്നു.
ഇത്തരം പ്രായോഗിക സമീപനം സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല GST വകുപ്പിൻ്റെ വിലപ്പെട്ട സമയം പഴയ കേസുകളിൽ പാഴാവാതെ നിലവിലെ നികുതി പിരിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപകരിക്കും. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആധുനിക വിഭവ സമാഹരണത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയ ഈ സെസ്സിന് പിഴയും പലിശയും വേണ്ട എന്ന തരത്തിലുള്ള ആംനസ്റ്റി നൽകുന്നത് ഇനിയും അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്നതിന് അവർക്ക് പ്രചോദനമാകും. GST കൗൺസിലിൽ തുടക്കകാലമുള്ള GST പ്രശ്നങ്ങൾ ആംനസ്റ്റി നൽകിയപ്പോൾ അതോടൊപ്പമുള്ള സെസ്സിന് ആംനസ്റ്റി നൽകാനുള്ള തീരുമാനം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവ് വരുമെന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാധാരണക്കാരായ നമ്മുടെ ലോട്ടറി തൊഴിലാളികൾ അവരുടെ ഭാഗ്യക്കുറി അവസാനിപ്പിക്കുകയാണ് സർ. ഭാഗ്യക്കുറി കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കും എന്നുള്ളത് കൊണ്ട് ആ നിലയിലുള്ള ലോട്ടറി ടിക്കറ്റിന് ക്ഷാമം നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനും ചെറുകിട ഭാഗ്യക്കുറി ഏജന്റുമാർക്ക് ആവശ്യത്തിന് ടിക്കറ്റ് ലഭിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നവകേരളത്തിലേക്ക് നയിക്കുന്ന ഈ വലിയ ബജറ്റ്, അതോടൊപ്പം തന്നെ എല്ലാവരും പ്രായോഗികമായി കണ്ട ഈ ബജറ്റ് ഈ നാടിന്റെ വികസനത്തിന് ഉപകരിക്കുമെന്നുള്ളത്